എന്തു ആ ഇറങ്ങാം, വാ, സമയമില്ല, ഇറങ്ങാം, വാ, പെട്ടെന്ന് നോക്ക്, പെട്ടെന്ന്. രാവിലെ 4:30 ചാടിക്കാൻ ഇറങ്ങി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകും, അവിടെ റെയിൽവേ ചായ കുടിക്കണം. മച്ചു അതിന് പോലെ എയർപോർട്ട് വരെ പോയിട്ടൊന്നല്ല. പിന്നെ അല്ല ഒന്നും നോക്കിയില്ല. നീ കണ്ടല്ല ചിത്തൂനെ കാണാൻ നിന്നെ വിടുമ്പോ പോയാ നീ എപ്പോ വരും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ പ്രതീക്ഷിക്കാത്ത നിനക്ക് മാത്രം ചിത്തൂന് റിസ്ക് എടുത്ത് ഈ സമയം തൂക്കുന്നു. അല്ലെ അടുത്ത ആഴ്ച വരേണ്ടത് മൂത്തോടി മാത്രം. ഡാൻസിനെ കണ്ടല്ലേ നീ? കണ്ട് ഡാൻസിനെ പറ്റൂടാ ജോലി സീനാ. ആർക്കറിഞ്ഞൂടല്ലേ? ആർക്കറിയത്തില്ല. അടുത്ത ആഴ്ച പറഞ്ഞതന്നെ എല്ലാവർക്കും അറിയാം. സർപ്രൈസ് ആവാൻ തോന്നുന്നു. അല്ലേ പറഞ്ഞു രാത്രി ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. ഫോട്ടോ എടുക്കുമ്പോൾ അവന് വേണ്ടേ? ഞാൻ ഡാനിയാണ് എക്സ്പെക്ട് ചെയ്ത് നീ പെട്ടെന്ന് എയർപോർട്ടെന്ന് പറഞ്ഞപ്പോ പിടിച്ചൂടെ ചെയ്തില്ല. നമ്മൾ ലേറ്റ്. ഞാൻ 4:30 വിചാരിച്ചു വെച്ചു. കാറിൽ അരമണിക്കൂർ അവിടെ ഇരിക്കുന്ന അവിടെ വന്ന് നിന്നുള്ള അവസ്ഥ 4 മണിക്ക് എത്തിയെന്ന് തോന്നുന്നു. നീയാണ് കറക്റ്റ് സമയം പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇല്ല. എന്റെ ഒരു ഇതില് അവൻ മിക്കവാറും വന്നിട്ട് ഒരു അരമണിക്കൂർ പെട്ടിയും വെച്ചിട്ട് വെളിയിൽ നിൽക്കുന്നതായിരിക്കും. ഇപ്പൊ നിക്കത്തില്ല, കാരണം കൂട്ടത്തിലാകുമ്പോ നിക്കത്തില്ല. അത് ഉറപ്പുണ്ട്. ഇവരായിട്ട് ക്രാക്കായിട്ട് വേണമെങ്കിൽ വണ്ടി ടാക്സി എടുത്തിട്ടുണ്ടെങ്കിൽ പോകണം. ക്രാക്ക് സ്വഭാവമുണ്ട്, അറിയാല്ലേ? मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला. ഒരു മാസം എന്ത് വെച്ചു ലൈഫ് മച്ചു. ഇനി ചേച്ചി എടുക്കാൻ പോണോ? ചേച്ചി ചേച്ചി വരുന്നു എന്ന് ഇപ്പൊ വരും. നമുക്കൊരു ചായ കുടിച്ചിട്ട് ചേച്ചി വരും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നേ. നാളെ നൈറ്റ് പോകുന്നു. നാളെ നൈറ്റ് പോകുന്നേ. കാണാൻ പറ്റില്ലായിരുന്നു. ഡിജങ്ങ് ഇറക്കി ഇവനെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വന്ന്. എവിടെ പോകുന്നത് ഇവ മാത്രം അങ്ങനെ തന്നെ സർപ്രൈസ് അനന്ത് കരയുമെന്ന് കണ്ണീർ പൂവിന്റെ കവിളിൽ 2 ദിവസം വിളിച്ചിട്ട് നീ വരാതെ എങ്ങനെ ഞാൻ പോകുന്നു. ഇനി ഞാൻ എന്ന് വരും ഞാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചിങ്ങനെ തന്നെ. ആനി കിടക്കി വിളിച്ചിട്ട് അച്ഛൻ മാത്രം തന്നെ ഇല്ല. എപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് എന്താ ഞാൻ മാത്രം ഇല്ല. പിന്നെ ഡാനി ചെയ്തുള്ള ഒരു കണ്ട അറ്റ്ലീസ്റ്റ് എല്ലാരെയും നിന്നെ മാത്രം കണ്ടില്ല. എപ്പോഴാ ഒരു 10 മിനിറ്റ്സിൽ ഉള്ളതന്നെ എന്നാണ് ഇന്ത്യൻ റെയിൽവേ റൂൾ പ്രകാരം പറയുന്നത്. പോസ്റ്റ് ട്രെയിനിന് നമ്പാൻ പറ്റത്തില്ല നമുക്ക്. പക്ഷെ നമ്മളെ അറിയാലോ നമ്മള് കലീന ദുൽഖറാണ്. ക്യാമറാമാൻ ജിത്തുവിനോടൊപ്പം അടുത്തു. വീണ്ടും ക്യാമറാമാൻ ജിത്തുവിനോടൊപ്പം ആനന്ദു ഐസേ. പെട്ടി വേണ്ടേ? ക്യാമറാമാൻ ഡിജനൊപ്പം പെട്ടെന്ന് പൊട്ടി രണ്ടെണ്ണ. രാവിലെ ഒന്നും കഴിച്ചില്ല. ചേച്ചി പോകും നീ പറ, കുഴപ്പമില്ല പറ. നീ പയ്യനെ പോകും. ചേച്ചി പോകും. 26-ാം തീയതി പോകുമല്ല. അന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ഇല്ലേ? നേരത്തെ പോണേ. നേരത്തെ തന്നെ പോകുന്നു. വെളുപ്പിന് പോകുന്നു. കൈ അളന്നോണ്ടിരിക്കുന്നു. എനിക്ക് ഉറങ്ങണം. എനിക്ക് തന്നെ കണ്ണ് അതിനെടുക്കും. ഇപ്പൊ വന്നേ ഉള്ളു. തുറയിലോട് ഇറക്കരുത് സ്വഭാവം. അച്ചു പിന്നെ അല്ലാണ്ട് പാർക്കുന്നതിനൊക്കെ മുമ്പ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഗ്രാൻഡ് അറേഞ്ച്മെന്റ് എന്തെങ്കിലും ഇങ്ങനെ ആർച്ചൊക്കെ ഇട്ടിട്ട് വെൽക്കം ബാക്ക് ഹോം. അവിടെ ഗേറ്റേ തുറന്നില്ലേ? പാൽക്കാരൻ നിൽക്കണം പുറത്ത്. തുറവാ. പക്ഷെ ഇത് ഇനി എങ്ങനെ നിർത്തിയിട്ട് ഞാൻ സ്റ്റുഡിയോ പണി എന്തായി? സ്റ്റുഡിയോ പണിയാണ് ഗത്ത്. കാണാൻ പറ്റുമോ? ഞാൻ പോയിട്ട് ബട്ട നോക്കിട്ടാ വീട്ടിലെ കീ കൊണ്ട് വെച്ചു പൂട്ടിട്ട്
സർപ്രൈസ് കൊടുക്കാം. അങ്ങ് പോ. വീട്ടിൽ തിങ്ങൂറ് കേട്ട് ഇനി ആരെ കാണാനില്ല. ഒരു കാറ്റിലുമായി കലരാതെ ഒരു मेरे मोला मोला मेरे मोला मोला मेरे मोला 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 ഗുഡ് ഡേ. 26-ാം തീയതി വരണം. നമ്മൾ 26-ാം തീയതി വരും. ഇന്നത്തെ റേഞ്ച് വെച്ച് 24-ന് വരും. എന്താണ് ഈ പിള്ളേരുടെ കാര്യങ്ങള്? അത് താഴെ ഇവിടെ ഇതിനകത്ത് ഹയത്തെടുത്തോ? ചെറിയ മിനി ഹയത്തിന്റെ സാധനം. ജേഴ്സി ജേഴ്സി അപ്പം ബാക്കി നാളെ കാണാം. രാവിലെ കാണാൻ ഉറങ്ങി പോകും. ബാക്കി നാളെ ഇല്ല, ഇന്ന് 2 മണിക്കൂർ അത്ര നേരം ഉറങ്ങട്ടെ. ബൈ ബൈ. 3 hours later. അപ്പിന് കുറെ നേരമായിട്ട് ഇതിന്റെ അതിന്റെ അതിരിക്കും. ഗൈസ്, ആ പേരിന് മാത്രം ഇത് എന്റെ റൂം. ഈ പഴയ ആ റൂമിനെ എടുത്ത് എന്തൊക്കെ ചെയ്യണം ഒരു കാറ്റിലുമായി കലരാതെ मेरे मोला मोला मेरे मोला मोला मेरे मोला 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 मेरे പയ്യൻ കുറെ നേരം വെറുതെ അവരെ കാണാനില്ല. 2 മണിക്കൂറായടാ. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണേ. അവൻ 10 പറഞ്ഞ നേരത്തെ പയ്യ കഴിക്കാതിരിക്കുന്നു. കൂടി 10 വലിയ പിന്നെ എക്സാം അല്ലേ ആയിരുന്നു? എക്സാം ഒക്കെ കാറ്റിൽ പറത്തി. ഇത് നോക്കി സിം ഇടാൻ വേണ്ടി നോക്കിയപ്പോ അബിന്റെ ഫോൺ, അബിന്റെ കണ്ണാടി, അബിന്റെ ഡ്രസ് എല്ലാം. A few moments later. നമ്മൾ എങ്ങനെ ഇവര് സർപ്രൈസ് ചെയ്യും? ഞാൻ വന്ന കാര്യം നമുക്ക്, ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഡോർ തുറക്കാം, ഇങ്ങനെ മറ്റേ അങ്ങനെയുണ്ട്. ഈസി പരിപാടി. ഭയങ്കര റിസ്ക് ആണ്. വേറെ റിസ്ക് ആയിട്ട് വന്നത് എന്തിനാലും ട്രൈ ചെയ്യുന്നതില് വലിയ തെറ്റില്ല. ഇതിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പെട്ടി എത്ര മാറ്റിയ എമ്പാട് സ്ഥലം. ഒരുപാട് സ്ഥലമൊക്കെ ഓക്കെ. ശ്വാസം മുട്ടിയ എന്തെങ്കിലും കോഡ് എന്തെങ്കിലും വേണോ? ഞാൻ ഇങ്ങനെ നോക്ക് ചെയ്യാം. എടാ ഞാൻ ആദ്യം കേരട്ടെ, നീ നടച്ചു നോക്കും. ഞാൻ പറയാം അകത്ത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അതോ ഞാനും കൂടെ ഉണ്ടാകും. എന്നോട് ഒരു കൊണ്ട് എന്താ വെച്ചു എന്നെ കെട്ടി അകത്തെടുത്തിട്ടാ. എന്നിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് പറയാൻ വേണ്ടി നിനക്ക് തലകണക്ക് സെറ്റ് ചെയ്ത് നീ പേടിക്കാതെ ഹെവി ആയിട്ട് സെറ്റ് ചെയ്തരാ. ടൂറാ പോണേ സെറ്റ് ചെയ്യാൻ പറ്റൂ. ഓ 2 കൈ കാര്യം കെട്ടിയിട്. കയറി വെച്ചു. ഞാൻ സേഫാണ്. പക്ഷെ ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. നീ കിടന്ന് ഉറങ്ങാൻ വെച്ചു. ഞാൻ സേഫാണ്. എന്തിനോട്ട് വിളിച്ച കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ടാവും. അടച്ചോട്ടാ ചോദിക്കാം. അതിനിടയ്ക്ക് ഓക്കെ എനിക്ക് ശ്വാസം എല്ലാരും വിളിച്ച് പറയണേ സ്പോട്ടിൽ ഇറങ്ങിയിരിക്കാൻ. കെട്ടിടാ നമുക്ക് വായ അടച്ച്. ഇവരിവിടെ തുറക്കാണ്ട് പറഞ്ഞതിന് മുന്നേ ഇത് ഇങ്ങനെ താത്തി വിടണം കേട്ടോ. ഇങ്ങനെ താത്തി വിടണം. അതിപ്പോഴേ ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ അവര് കാണാൻ പറ്റും തുറക്കുന്നതിന് മുന്നേ തന്നെ. അല്ലെങ്കിൽ ഇപ്പഴാക്കി വെക്കാം. സേഫല്ലേ? ഓക്കെ. ആരെങ്കിലും കയറാൻ വേണമെങ്കിൽ ഓക്കെ വെച്ചു. ഓക്കെ 3, 2 10 മിനിറ്റിലാണ് നമ്മൾ എഴുത്തണം. ഓക്കെ വെച്ചു.
മച്ചു നമ്മൾ എവിടെ എത്തി വെച്ചു എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അപ്പൊ അശ്വിനെ പിക്ക് ചെയ്തിട്ട് അഭിനെ പിക്ക് ചെയ്തിട്ട് അതിനകത്ത് എത്തിയതിനു ശേഷം അവരടുത്ത് ഒരു സാധനം എടുക്കാൻ വരുമെന്ന് പറയാം ഡിക്കിക്കകത്തുള്ള. അപ്പോഴാണ് എൻട്രി. എത്ര മണിക്ക് വരാൻ പറഞ്ഞു? അശ്വിനയുടെ എൻട്രി എത്ര മണിക്ക് വരാൻ പറഞ്ഞു? എത്ര മണിക്ക് എന്നെ വിളിക്കാൻ വരാൻ പറഞ്ഞു കാറില്? ലേറ്റായിട്ടൊക്കെ വന്നിട്ട് മനസ്സിലാവും. ഇന്നലെ ഡ്രസ് അപ്പിന് നേരത്തെ റെഡിയാണ്. പാവട്ടെ ഭയ എത്ര സമയമാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്? നീ എന്നാടേ എന്താ എത്ര മണിക്ക് നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? പാവ ബോറടിച്ച് പോയി സിനിമ കണ്ടോണ്ടിരിക്കുന്നു വീണ്ടും. പെട്ടെന്ന് കയറി സമയമില്ല. കയറി ഇന്ന് വലിയൊരു ഷൂട്ടുള്ളതാണ്. ഇല്ല വേണ്ട, വലിയ ഷൂട്ടൊന്നും ഉച്ചയ്ക്ക് പാവം കേട്ടോ അപ്പിന് ഡയറ്റ് ആയോണ്ട്. ഇത് ബൾക്കിങ്ങോ അതോ വലിയാനടേ? നീ എന്തോ വേണ്ടി പിന്നെ ആരും ഇത് പറയാൻ പറ്റില്ല. വലിയ ഷൂട്ട് ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ട് രാവിലത്തെ ഉച്ചക്കുള്ള ഫുഡൊക്കെ എടുത്തത്. എപ്പോഴാണ് റെഡിയാവുന്നത്? എപ്പോഴാണ് റെഡിയാവാൻ പറഞ്ഞു? ഞാൻ 10:30 റെഡി ആയിരിക്കുന്നില്ല. ഞാൻ 10 മണിക്കാ റെഡിയായി. നീ മിണ്ടായി. ഒരു സാധനം മറന്നു വെച്ചിട്ട് പോയി. അല്ല ഡിക്കിയിൽ നീ വാ, എല്ലാം വാ. ഇടി കിട്ടി ഇപ്പൊ. മാർത്തുലയാതെ നീ എന്താ എടുക്കാത്തത് ഇന്നലെ പറഞ്ഞിട്ട്? കരളെ കുളിരായ കിനാവേ മേരെ മോല മോല മേരെ മോല No sound. ചൂടാക്കി മെയിൻ റോഡ് എത്തി അതല്ലേ ബലം വീടൊന്ന് മെയിൻ റോഡ് എത്തി റോഡെത്താറേ അതിനെടുക്കാറേ. മേരെ മോല മോല മേരെ മോല മോല മേരെ ജിത്തൂടെ എത്തിയില്ല, അപ്പൊ ഫോട്ടോ എടുക്കാമല്ല. പിന്നെ ജിത്തു ആനന്ദോന്ന് വിളി. ഇവിടെ വന്നാല വിടമാട്ടെ. ആന രാവിലെ ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അവന്റെ റൂമിലാണ് തുറങ്ങണം. അടുത്തൊരു പറഞ്ഞു നേരത്തെ ഇറങ്ങാം. അവൻ പറഞ്ഞു 2 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യും? ഞാൻ പറഞ്ഞു ചുമ്മാ എയർപോർട്ടിൽ പോയാലോ. അങ്ങനെയാണ് അവിടെ പറഞ്ഞു ജിത്തു പറഞ്ഞത് പറഞ്ഞു. എന്നിട്ട് ആരത്തും പറഞ്ഞില്ല. ആർക്കും അറിയത്തില്ല. അതിലേ പറഞ്ഞു. ഞാനേ ഇന്നലെ മറന്നു പോയി. അറിയാമ്മ നമ്മളിപ്പോ ലുലു പോയി. അപ്പൊ മെസ്സേജ് ഞാൻ ഓർത്തത്. ഞാൻ മറന്നുപോയി വെച്ചു. ശരിക്കും മറന്നു. ഞാൻ നാളെ നേച്ചറാ ഇഷ്ടപ്പെട്ടെന്നോ നേരത്തെ സ്ഥലം കിടന്നുറങ്ങിപ്പോ. എന്താ എവിടെ പ്രിയമോടി വിളിപ്പുറത്ത് വരണ്ടാടാ ഒരുത്തെ വന്നില്ലേ? വിളിച്ചിട്ട് വന്നില്ലടാ. 4 മണിക്ക് സിറ്റിയിൽ എത്തിയോണ്ട് നടന്ന് ഉറങ്ങിപ്പോയി. വെച്ചു എന്നെ ഫോക്കസ് മേരെ മോല മോല മേരെ മോല മോല മേരെ മോല 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 മേരെ മോല ഇത്ര എക്സ്പ്രഷൻ കിട്ടിയില്ല. മേരെ മോല. മാതാശ്രീനെ കണ്ടിട്ട് വരാം നമുക്ക്. അച്ചാച്ച അമ്മേനെ കാണാൻ പോണ്. അമ്മ സർപ്രൈസ് ആണോ? നോ ഐഡിയ. അമ്മ എങ്ങനെ കിനാവേ നോവേദനേ മേരെ മോല മോല മേരെ മോല മോല മേരെ മോല മോല മോല. എന്താ ചേച്ചി അമ്മേനെ സഹായിക്കാതെ? ഇത് സൺഡേ അല്ലേ? ഓ അച്ഛാ 26 വരുമെന്ന് പറഞ്ഞ്. ഒരിട്ടങ്ങനെ കൈ കടിക്കി.
അങ്കിളുടെ ഒരു നല്ല റിയാക്ഷൻ കിട്ടി. പക്ഷെ നമ്മള് വീഡിയോ എടുക്കാൻ മറന്നു. ഇങ്ങനെ മറന്ന എങ്ങനെയാണ് കാണാൻ എല്ലാരും ആഗ്രഹിച്ചു. മോർണിംഗ് എത്തി. നിങ്ങളെവിടെ പോന്നു? സർപ്രൈസ് അല്ലേ? നടുറോട്ടിൽ നിന്നൊക്കെ സർപ്രൈസ് എന്നൊക്കെ പ്രതീക്ഷിക്കാതെ എല്ലാവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി പോയിട്ട് ഇതാണ് സർപ്രൈസ്. അപ്പാപ്പൻ എന്നാ ഉണ്ട്? ഇനി നമുക്ക് സന്താനം പോകുമ്പോ പഠിച്ചുതരാം. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, കണ്ട അച്ചാരെ കണ്ടി പേടിച്ചിരിക്കുന്നു പിള്ളേർ. എന്താണ് സന്തോഷമില്ലാത്തത്? തിരിച്ചു പോട്ടാ. ഡ്രൈവറെ കണ്ടാ आज मॉर्निंग 5 मणि സർപ്രൈസ് സർപ്രൈസ് അല്ലേ? രാവിലെ അച്ഛാ 26-ാം തീയതി പറഞ്ഞത് എല്ലാരും വിചാരിച്ചു കണ്ട. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മളിനി എപ്പോഴും അങ്ങനെ വരണം കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി പോയി ഒരു സന്തോഷം കൊടുക്കുക. എല്ലാത്തിനും വേണ്ടി സുഖമല്ലെന്ന് നീ ചോദിക്കും. ജോർജിയയിൽ പോയോ? ഞാൻ ചോദിക്കും ഹൗ ആർ യു. ഇംഗ്ലീഷ് ഗൈസ്, അപ്പോൾ ഒരു സർപ്രൈസ് കൂടെ ആയാലോ?